ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ +1 റിസൾട്ട് എന്ന് വരുമെന്നാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസം കൂടിയാണത്. ഇന്നാണ് നമ്മുടെ +1 റിസൾട്ട് വരാൻ പോകുന്നതെന്ന്. ഒബ്വിയസ്ലി എല്ലാവരും ആലോചിക്കും, അയ്യോ ഇന്ന് പല യൂട്യൂബ് ചാനൽസും പല ആൾക്കാരും ഇടുന്നത് കണ്ടു മെയ് 30 ആ ഒരു തമ്പനയിൽ കണ്ടത് കൊണ്ടാണല്ലോ ഞങ്ങളുടെ വീട്ടിലും കാണാൻ നിങ്ങൾ വന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ് 30 വരുന്നത്. ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു, കോൾ ചെയ്ത് ചോദിച്ചായിരുന്നു, മെയിൽ ചെയ്ത് ചോദിച്ചായിരുന്നു, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിച്ചായിരുന്നു, സാർ എന്നാ വരുന്നത് റിസൾട്ട് എന്ന്. അപ്പൊ നമ്മൾ ഒരുപാട് തമ്പനയിൽ കണ്ടിട്ടാണ് കുട്ടികൾ ഇങ്ങനെ ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഈ മെയ് 30 എന്ന് പറഞ്ഞ ഡേറ്റ് എല്ലാവരും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഇതിന്റെ ഒരു സത്യാവസ്ഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആക്ച്വലി 28 തൊട്ട് 30 ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറിയുടെ ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതോടെ ആ മീറ്റിംഗ് കഴിയുന്നതോടെ നമുക്കറിയാൻ പറ്റും ഏത് ഡേറ്റിലാണ് കറക്റ്റായിട്ട് റിസൾട്ട് പബ്ലിഷ് ആവുന്നതെന്ന്. അപ്പം അതാണ് ഈ നമ്മുടെ മറ്റ് ചാനൽസുകാരെല്ലാവരും പറയുന്ന ഈ മെയ് 30, മെയ് 28, മെയ് 30 എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് എന്നാണ് എല്ലാവരും ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന ഒരു ഡേറ്റ് കൂടിയാണ് മെയ് 30 നമുക്ക് മനസ്സിലായി. ആക്ച്വലി റിസൾട്ട് വരാനുള്ള ചർച്ച നടക്കുന്ന ഡേറ്റാണ് 28 മുതൽ 30 വരെ. 28 ആക്ച്വലി ഡേറ്റ്. 30 മീറ്റിംഗ് കഴിയണമെന്നാണ് സർക്കാരിന്റെ ഓർഡർ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തതിനു ശേഷം ഏത് ഡേറ്റിലാണ് നമ്മൾ ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ളത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മളിപ്പം ഒരുപാട് ആൾക്കാരെ വിളിച്ചു ചോദിച്ചായിരുന്നു, എക്സാം സെന്റേഴ്സിൽ വിളിച്ചു ചോദിച്ചായിരുന്നു, നമുക്ക് അറിയാവുന്ന സാറുമാരെ എല്ലാം വിളിച്ചു ചോദിച്ചായിരുന്നു. അപ്പൊ അവരെല്ലാരും പറയുന്നത്, നമുക്ക് അവരെ എല്ലാരെയും ഒരു ഇൻഫർമേഷൻ ക്രോഡീകരിച്ച് പറയാൻ പറ്റുന്നത്, നമുക്ക് ജൂൺ ഫസ്റ്റ് വീക്കിൽ തന്നെ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്നാണ്. അല്ലാതെ മെയ് 30 ആരും ടെൻഷൻ അടിക്കുന്നത്, എന്റെ കുഞ്ഞുങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് മീറ്റിംഗ് കഴിയുന്നതോടുകൂടെ മെയ് 30 തൊട്ട് ഉള്ള ജൂൺ ഫസ്റ്റ് വീക്ക് വരെയുള്ള ടൈം നമുക്ക് എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. കാര്യം ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റിനപ്പുറം പോകാനുള്ള ചാൻസ് വളരെ റെയറാണ്. കാര്യം നെക്സ്റ്റ് ഇയർ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യണം, ആ പ്രോസസ്സ് ഉണ്ട്. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ റിസൾട്ട് എല്ലാം പബ്ലിഷ് ചെയ്ത് വേണ്ടവർക്ക് ഇമ്പ്രൂവ്മെന്റും റിവാലുവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളവർക്ക് അത് കാണും, ഇത് കാണും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് മാക്സിമം ജൂൺ ഫസ്റ്റ് വീക്കിനുള്ളിൽ എന്തായാലും കരുതിയിരിക്കുക. റിസൾട്ട് ആർ